താങ്ക് യു അച്ഛാ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന ഈ തിരുവചനത്തില്, ഈ വചന ശുശ്രൂഷയില് പങ്കുചേരാം. ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് അമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വ്യക്തിപരമായ എല്ലാ തലങ്ങളെയും ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. സാധിക്കുമെങ്കിൽ കണ്ണുകൾ അടച്ച് ഹൃദയം കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി, സങ്കീർത്തകന്റെ പുസ്തകം 60-ാം അധ്യായം 5-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രിയ ജനം മോചിതമാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയില് ജനം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, നീ എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കണം. നിന്റെ വലത് കൈകൊണ്ട് എന്നെ രക്ഷിക്കണം. അങ്ങയുടെ പ്രിയപ്പെട്ട ജനം മോചിതമാകട്ടെ. ജനത്തിനറിയാം, തങ്ങളുടെ ജീവിതത്തിന്റെ വലിയ കെട്ടുപാടുകളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ദൈവത്തിന്റെ വലതുകരത്തിന്റെ ശക്തി ആവശ്യമുണ്ടെന്നുള്ള ബോധ്യത്തോടെ, ഹൃദയ താഴ്മയോടെ ദൈവജനം പ്രാർത്ഥിക്കുന്നതാണ് സങ്കീർത്തനം 60-ാം അധ്യായം 5-ാം വചനത്തിൽ നമ്മൾ കേൾക്കുക. വീണ്ടും 61-ാമത്തെ സങ്കീർത്തനത്തില് സങ്കീർത്തകൻ ദൈവം തന്റെ ശക്തമായ ഗോപുരമാണെന്ന് ഏറ്റുപറയുകയാണ്. ജീവിതത്തിലെ എല്ലാ തല പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുന്ന സങ്കീർത്തകന് തിരിച്ചറിവുണ്ടാവുകയാണ്: ദൈവമാണ് എന്റെ ശക്തമായ ഗോപുരമെന്ന്. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്: ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ ഈ പാറയിൽ എന്നെ ഒന്ന് കയറ്റി നിർത്തണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോ തന്ന തിരുവചനമാണിത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും തകർച്ചകളെയും ഭാരങ്ങളെയും കണ്ണുനീരുകളെയും എല്ലാം ഈശോയുടെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. അസാധ്യങ്ങളെയൊക്കെ സാധ്യമാക്കുന്ന ഒരു കർത്താവാണ്. ഈ നാളുകളില് യുകെയിലെ സ്ഥിതി വളരെ വ്യത്യസ്തമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം നഴ്സുമാര് കെയർ വിസായി വന്ന് NMC പിൻ നമ്പരൊക്കെ ലഭിച്ചിട്ട് ജോലിയില്ലാതിരിക്കുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റുകയാണ്. അനേകർക്ക് വിസ നഷ്ടപ്പെട്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ, എന്നാൽ ഇതിനിടയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് അത്ഭുതകരമായി ദൈവം ഇടപെടുന്നതും ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നതും എല്ലാം കാണാനായിട്ട് സാധിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ് കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ്: നമ്മുടെ കർത്താവ് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ഹൃദയം തുറന്ന് തകർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും വലിയ വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് ഉയർത്താം. കർത്താവെ, സാധ്യതകൾ മാത്രമുള്ള അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയ മേഖലകളിലേക്ക്, ഭാരങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്നുള്ള വലിയ വിശ്വാസത്തോടെ ഉള്ളു തുറന്ന് ഈ ആരാധന, ഈ യാചന ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അടയപ്പെട്ട വാതിലുകളുണ്ട്. കർത്താവെ, തകർന്ന മനസ്സുകളെല്ലാം അടയപ്പെട്ട വാതിലുകളുടെ മുൻപിൽ നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ വലതുകരത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മണിക്കൂറാണ് ഇത്. ഈശോയെ, അവിടുന്ന് ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഈശോയുടെ കരുണ ഒഴുകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, മഹത്വം, 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 മഹത്വം. കർത്താവെ, സ്തുതിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ തമ്പുരാൻ നമുക്കായി തുറക്കുന്ന വാതിലുകളിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. ഈശോയെ, എനിക്കായി അങ്ങ് തുറക്കുന്ന വലിയ വാതിലിലേക്ക് കർത്താവെ, അവിടുന്ന് പറഞ്ഞല്ലോ, ഇതാ മുട്ടി വിളിക്കുന്നവർ തുറക്കപ്പെടുന്ന ഒരുവനാണ് അവിടുന്ന്. ഈശോയെ, വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ മുട്ടിവിളിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മക്കളുടെയും ജീവിതത്തില് ഈശോയുടെ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുവാൻ, ഈശോയുടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ, കരുണയുള്ള കർത്താവിന്റെ കരുതൽ അനുഭവിക്കുവാൻ ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ എല്ലാ മക്കളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണേ എന്റെ അപ്പ, ബലമായിട്ട് മാറണമേ അപ്പ. ഹൃദയ താഴ്മയോടെ മനസ്സിന്റെ തകർച്ചയിൽ നിന്നുകൊണ്ട്
കൊണ്ട് നിന്റെ മക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കരുണ ചോദിച്ച് സ്നേഹത്തോടെ നമുക്ക് പാടാം ആത്മാവിന്റെ നിറവിന് വേണ്ടി. പരിശുദ്ധാത്മാവായ ദൈവമേ, വ്യക്തിജീവിതങ്ങളിൽ നിന്ന് ഇറങ്ങി വരണേ അപ്പാ. ഈശോയെ ആരാധന. ഉള്ളു തുറന്ന് ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആയിരിക്കുന്നവരിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ, കൂടെയാകണമേ ആത്മാവേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ആത്മാവിന്റെ നിറവിന് വേണ്ടി. എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ, അമ്മയുടെ വലിയ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുകയാണ്. മക്കളെല്ലാം ചേർത്ത് പിടിക്കണമേ അമ്മേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയം ഒരിക്കൽ കൂടി സ്വർഗസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഉള്ളു കാണുന്നൊരു കർത്താവുണ്ട്. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈശോ നമുക്ക് നൽകട്ടെ. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ. പ്രഭാതത്തിൽ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. സിസ്റ്ററെ, 24 വർഷക്കാലം മറ്റൊരു മതവിശ്വാസത്തിൽ ആയിരുന്ന ഞാന് 1 വർഷമായതേ ഉള്ളൂ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലൂടെ കടന്നു വന്നിട്ട്. എന്നാൽ ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളാണ്. പ്രാർത്ഥിക്കുമ്പോൾ മടുപ്പ് തോന്നുകയാണ്. അതുകൊണ്ട് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ പറയും, പത്രോസേ, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അത് കാത്തു സൂക്ഷിക്കാൻ ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് ചുറ്റും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കണം. എത്രയോ അത്ഭുതങ്ങൾ ഈ ദിനങ്ങളിൽ ഞാൻ കാണുകയാണ്. ഈശോ ഇന്നും നമ്മുടെ കുടുംബത്തിലും മക്കളുടെ ജീവിതത്തിലും ഒക്കെ ഇറങ്ങി വരും. നിങ്ങൾ വിശ്വസിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കണം. അമ്മേ മാതാവേ, ഈ ശുശ്രൂഷയിലുടനീളം അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ, പ്രിയപ്പെട്ട അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. ഇന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പരിശുദ്ധ അമ്മയെ ഒന്ന് കണ്ടുമുട്ടുകയാണ്. അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന 5 വലിയ പുണ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയാണ് ഏറ്റവും വലിയ ശിഷ്യത്വത്തിന്റെ മോഡൽ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കണം, എങ്ങനെ ഈശോയെ പങ്കുവെക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ സ്വർഗത്തിന്റെ പ്രിയപ്പെട്ട പുത്രിയും പരിശുദ്ധാത്മാന മണവാട്ടിയുമായി പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലൂടെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ പുത്രന്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മളെല്ലാവർക്കും നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ നമ്മളെല്ലാം വായിക്കുന്നതാണ്. ദൂതൻ അവളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ ദൈവം തന്റെ പ്രിയപുത്രന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്കാണ് സ്വർഗീയദൂതനെ പറഞ്ഞയക്കുക. അമ്മയുടെ ജീവിതത്തിന്റെ വിശുദ്ധി സ്വർഗത്തോളം എത്തിയതുകൊണ്ട്
അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ വലിയ ദൈവസ്നേഹവും സ്വർഗത്തോളം എത്തുമ്പോൾ സ്വർഗത്തിന്റെ സെലക്ഷന് പരിശുദ്ധ അമ്മ പാത്രമാവുകയാണ്. ഈ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. സ്വർഗം നമ്മളെ തെരഞ്ഞെടുക്കുന്ന ഒരു തലത്തിലേക്ക്, സ്വർഗത്തോളം എത്തുന്ന ഒരു ജീവിത വിശുദ്ധിയിലൊക്കെ വ്യാപരിക്കാനുള്ള ഒരു കൊതി നമുക്കിന്നുണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം വിശുദ്ധ മോനിക്കാട് തിരുനാൾ ആഘോഷിച്ചപ്പോൾ എന്റെ ഹൃദയത്തെ ഒരുപാട് അന്നേ ദിവസം എനിക്ക് കുർബാനയിലൊക്കെ വലിയൊരു ആനന്ദം ഫീൽ ചെയ്യുകയാണ്. ഈ ലോകത്ത് ഒരുപക്ഷെ ആരാലും അറിയപ്പെടാത്ത, വിശുദ്ധിയായി കഴിഞ്ഞ എല്ലാവരും അറിഞ്ഞു, ബട്ട് ആരാലും അറിയപ്പെടാത്ത കണ്ണുനീരിന്റെ അനേകം രാത്രികൾ ചെലവഴിച്ചവളാണ് വിശുദ്ധ മോനിക്ക. എന്നാൽ അവള് ഏറെ വർഷങ്ങളോളം പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അവളുടെ ജീവിതത്തിൽ അനേകർ അവളെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാകാം. ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി മുന്നോട്ട് പോകണ്ട, ഇതിനൊന്നും പ്രയോജനം ഉണ്ടാകില്ല, മകൻ മാനസാന്തരപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് സ്വരങ്ങളൊക്കെ അവളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വലിയ പ്രാർത്ഥനയുടെ അമ്മയാണ്. അമ്മയോട് ചേർന്നിരിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ അമ്മ സഹായിക്കും. എന്റെ ലൈഫിലെ ഇത്രയും വർഷം കർത്താവ് തന്റെ ശുശ്രൂഷയിലും സന്യാസിത്വത്തിലും പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയുന്ന, എനിക്ക് അങ്ങേയറ്റം പറയാനായിട്ട് പറ്റുന്ന ഏക വലിയ കാര്യമാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജപമാല പ്രാർത്ഥനകളാണ് ഇന്നോളം എന്റെ ജീവിതത്തെ നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എനിക്ക് ഈ 23-ാം തീയതി ഒരു ധ്യാനം ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പോൾ ഞാൻ ആ ധ്യാനത്തിന് വേണ്ടി പോകാനിറങ്ങുമ്പോൾ, ഞാനത് ധ്യാനത്തിന് പോകുമ്പോൾ ഒരു 4 റോസറി മാക്സിമം ഞാൻ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എനിക്കതിന് അന്ന് പറ്റിയില്ല. കാരണം പ്രത്യേകമായ ചില സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തോടെ, പരിശുദ്ധ അമ്മേ, എനിക്ക് ഈ ധ്യാനം അമ്മയാണ് ഏറ്റെടുക്കണം, എല്ലാ ധ്യാനങ്ങളും, എല്ലാ മക്കളെയും. എനിക്ക് 5.5 മണിക്കൂർ നോൺ സ്റ്റോപ്പാണ് ധ്യാനം. അതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാം. ഞാൻ 5.5 മണിക്കൂർ കണ്ടിന്യൂസ് ഞാൻ ഇന്ന് ധ്യാനം ചെയ്യുന്ന ഒരു സമയമാണ്. ഇവിടെ ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ച, അമ്മ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതൊന്നും എനിക്കറിയില്ല, പക്ഷെ അമ്മ എന്നെ സഹായിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആലയത്തിൽ വന്ന ഒരാള് പോലും, ഈ UK-ലൊക്കെയുള്ള പഠിക്കുന്ന 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഇവിടുത്തെ മലയാളം അധികം അറിയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആ ധ്യാനത്തിലുണ്ട്. ഞാൻ മലയാളത്തിലാണ് ധ്യാനം മുഴുവൻ ചെയ്തത്. എന്നാല് ആ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്ന ഒരു വലിയ ദൈവസ്നേഹത്തിന്റെ നിറവ് ആ ആലയത്തില് 5.5 മണിക്കൂർ ഞാൻ അനുഭവിക്കുകയാണ്. അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നപ്പോ ആ വീട്ടിലെ ചെറുപ്പക്കാരനോട് പറയാണ്, സിസ്റ്ററെ, എനിക്ക് ദർശനങ്ങളും വലിയ ഫലങ്ങളൊന്നും എനിക്കില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ടും മാഞ്ഞു പോകാത്ത, കണ്ണ് തുറന്നിട്ടും മാഞ്ഞു പോകാത്ത ഒരു വിഷൻ ഇന്ന് ആദ്യമായി എന്റെ കണ്ണുകളിൽ കണ്ടു. സിസ്റ്റർ ആ ധ്യാനത്തിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്നിങ്ങനെ ധ്യാനം പറയുമ്പോ സിസ്റ്ററിന്റെ അടുത്ത് മാതാവ് നിൽക്കുകയാണ്. സിസ്റ്റർ അവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോ സിസ്റ്ററിന്റെ അടുത്തോട്ട് ഓടി മാതാവ് വന്ന് നിൽക്കും. സിസ്റ്റർ മുട്ടുകുത്തും, മാതാവ് വന്ന് നിൽക്കും. അങ്ങനെ മാതാവ് മുഴുവൻ സമയം നിൽക്കുവായിരുന്നു. സിസ്റ്ററെ, അതെന്നാ എങ്ങനെയെന്ന് എന്റെ തോന്നലാണെന്ന് അറിയില്ല, ഞാൻ പോട്ടെ എന്ന് വീണ്ടും വീണ്ടും എന്റെ കണ്ണിനോടും ചിന്തയോടും പറയുമ്പോ വീണ്ടും അങ്ങനെ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരുപാട് സന്തോഷം പറയുമ്പോൾ പോലും എനിക്ക് മനസ്സിന് ആനന്ദവും ഹൃദയത്തില് ആനന്ദത്തിന്റെ കണ്ണുനീരുകളുമാണ്. കാരണം നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ബലഹീനതകളിലും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴൊക്കെ അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കും. ആ ജീവിക്കുന്ന അമ്മ നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങൾക്ക് ആശംസകൾ നൽകുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയിൽ നിന്ന് പറയുന്നത് ഒന്ന് വിശ്വാസമാണ്. അമ്മ ദൈവത്തിന്റെ വചനത്തിൽ ആഴമായി വിശ്വസിച്ചവളാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വചനത്തിൽ ആഴമായി വിശ്വസിച്ചതുകൊണ്ട് അമ്മയുടെ ഫൈനൽ വേർഡ് അതായിരുന്നു. ലൂക്ക 1:38. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ വലയാവർത്തി പല ധ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഫൈനൽ വേർഡ് അത് മാത്രമാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ. അമ്മയുടെ വിശ്വാസത്തിന് മുഴുവൻ സമർപ്പണമാണ് ലൂക്ക 1:38 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ആ ദേവദൂതന്റെ മെസ്സേജ് എന്ന് പറയുന്നത് പലപ്പോഴും ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമായിട്ടാണ് അമ്മ അത് കേൾക്കുന്നത്. ഇമ്പോസിബിൾ ആണ്, എന്നിട്ടും അമ്മ വിശ്വസിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തിന്റെ തലം വളരെ വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. ഈ ദിനങ്ങളില് ഒരു യുദ്ധ ധ്യാനം നടക്കുന്ന സമയമാണ്. അപ്പോൾ യുദ്ധ ധ്യാനത്തിന്റെ സമയത്ത്, അവസാന ധ്യാനത്തിന്റെ അനോയിന്റിംഗ് അട്രാക്ഷനിൽ ഒരു യുവാവ്, അവന് കുറെ മണിക്കൂറുകൾ ഇങ്ങനെ ഏകദേശം 1.5 മണിക്കൂറോളം ആരാധനയുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ മുട്ടുകുത്തുമ്പോൾ ഒരുപക്ഷെ യുവാവൊക്കെ ആണല്ലോ, അപ്പൊ അവന് ബുദ്ധിമുട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ അവന് ഈ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ അച്ഛനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പോൾ ഇവൻ അവിടെ മുട്ടുകുത്തി നിൽക്കുകയല്ല, പകരം അവനവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അവനെ തോണ്ടിയിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ മുട്ടേക്കുത്തി നിൽക്കുവാണെങ്കിൽ ഇപ്പൊ ഈശോ നിന്നോട് സംസാരിക്കും, നിന്നോട് ഇപ്പൊ 3 കാര്യങ്ങൾ ഈശോ പറയും കേട്ടോ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. എനിവേ നമ്മളത് പ്രാർത്ഥിച്ചു, ആരാധനകളെല്ലാം കഴിഞ്ഞ് കടന്നുപോയി. ധ്യാനം തീർന്ന് വീട്ടിൽ പോകുമ്പോൾ അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് സിസ്റ്ററിനോട് 3-4 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോഴേ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. എന്റെ നെറ്റ് പോയ പോലെ എനിക്ക് തോന്നി. ഞാൻ അവനോട് അവൻ എന്താ മോനെ പറയാനുള്ളത്? അപ്പൊ അവനോട് പറയാണ്, സിസ്റ്ററെ, ഞാൻ ആ മുട്ടേക്കത്തെ സമയത്ത് 3 വലിയ വിഷൻ എന്റെ ലൈഫില്, ഇവിടുത്തെ യുവാവാണ്, ഇവിടെ ജനിച്ചു വളർന്നൊരു കൊച്ചാണ്, 3 വലിയ വിഷൻ എനിക്ക് ഈശോ കാണിച്ചു തന്നു, അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അവൻ അത് അതേപടി വിശ്വസിക്കുകയാണ്. ഈശോ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോ അത് അതേപടി വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ ദൂതും വിശ്വസിച്ചൊരു പരിശുദ്ധ അമ്മയാണ് ഇന്ന് സ്വർഗരാജ്യത്തിലെ എല്ലാ വരങ്ങളുടെയും രാജ്ഞിയായി മാറിയിരിക്കുക. അതുകൊണ്ട് ഈ അമ്മയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോ, ഇവിടെ തിരുനാളിൽ ഒരുങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ചില വചനങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്നതിലൊന്നും അർത്ഥമില്ല. മറിച്ച് അമ്മയോട് ചേർന്നിരുന്ന് ഈ വചനം വിശ്വസിക്കാനും ജീവിക്കാനും വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലോട്ട് വരണം. ഈ വചനത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഈശോ പറഞ്ഞ വചനങ്ങളിൽ ആഴമായി വിശ്വസിച്ച അമ്മ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ വചനത്തിന്റെ വലിയ പ്രവർത്തികൾ നടക്കാൻ വേണ്ടി അമ്മ ആ ഒരു വിശ്വാസത്തിന്റെ വരം ഞങ്ങൾക്ക് മേടിച്ചു തരണേ. നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്തൊക്കെയാണെങ്കിലും പരിശുദ്ധ അമ്മ ഈ വിശ്വസിച്ചപ്പോ അമ്മ ഒരു ഡിമാൻഡും വെച്ചതായി കാണുന്നില്ല. പരിശുദ്ധ അമ്മ ഒരു ഡിമാൻഡും വെക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൽ പലപ്പോഴും ഡിമാൻഡുകളുണ്ട്. നമ്മൾ വിശ്വസിക്കുമ്പോൾ ഡിമാൻഡുകളാണ്. പലപ്പോഴും ഇത് സാധിച്ചു കിട്ടിയാൽ ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം, അങ്ങനല്ല. ഡിമാൻഡുകളില്ലാത്തൊരു വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അതായത് പലതും മുഴുവൻ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടും ഒരു ഡിമാൻഡുകളും വെക്കാതെ വിശ്വസിച്ച ഒരു പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വലിയ വിശ്വാസത്തിൽ അമ്മ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നീ നിന്നെ തന്നെ മുഴുവൻ അങ്ങ് സറണ്ടർ ചെയ്യുക. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ. നമുക്കതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയെ പോലെ എനിക്ക് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന പല വാഗ്ദാനങ്ങളും പൂർത്തിയാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിൽ പോലും ഞാൻ അങ്ങ് കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക, സറണ്ടർ ചെയ്യുകയാണ്. എന്റെ കർത്താവിന്റെ വാഗ്ദാനങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ പൂർത്തിയാകുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. പറയും, ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ദൈവിക സന്ദേശങ്ങളും അതേപടി വിശ്വസിക്കാനുള്ള വലിയ കൃപ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും വിശ്വസിക്കാനുള്ള കൃപ, വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് ഈ നാളുകൾ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ചുറ്റുപാടുകളില് അനേകരുടെ ജീവിതത്തില് വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു തലം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ പറയാണ്, ഈ യൂത്ത് ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ച് മുഖത്ത് നോക്കി ഇങ്ങനെ അവൻ പ്രാർത്ഥിക്കാനായിട്ട് ഈശോയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈശോ ഉള്ളിൽ തരികയാണ്. അവനൊട്ടും ഫെയ്ത്ത് ഇല്ല, ഉള്ളിൽ ഇങ്ങനെ തരുവാണ്. അവന് ഫെയ്ത്ത് ഇല്ല, വിശ്വാസമില്ലെന്ന് ഇങ്ങനെ ഈശോന്റെ ഉള്ളിൽ ഇങ്ങനെ പറയാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിനക്ക് വിശ്വാസം ഉണ്ടോ? അപ്പൊ അവൻ പറഞ്ഞില്ല, നോ, എനിക്ക് വിശ്വാസമില്ല. അപ്പൊ ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു, ഇപ്പൊ നിനക്ക് എന്ന് തൊട്ടാ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതെന്ന് ചോദിച്ചു. അപ്പൊ പേരൻസ് പുഷ് ചെയ്തിട്ട് ധ്യാനത്തിന് വന്നൊരു കുഞ്ഞാണ്. അപ്പോഴവൻ പറഞ്ഞു, എനിക്ക് ഓർക്കുന്നു പോലുമില്ല, അങ്ങനെ വിശ്വസിച്ചൊരു ദിവസം എനിക്ക് ഓർമ്മയിലില്ല. അപ്പൊ നമുക്ക് ഭയങ്കര വിഷം വരും. അപ്പൊ ഞാൻ ഇവന്റെ അമ്മ ആ ധ്യാനത്തിനൊന്ന് വന്നിട്ടുണ്ട്. പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു, ചേച്ചി, മോൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, മോൻ ഇച്ചിരി വിശ്വാസം ഇല്ലാത്ത പോലെയാ പറഞ്ഞേ, ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചോ, നമ്മുടെ കർത്താവിനെല്ലാം സാധ്യമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് നിറഞ്ഞൊഴുകുകയാണ്. മറ്റൊന്നിനും കുറവില്ല, പക്ഷെ ചേച്ചി ഇങ്ങനെ ദിവസങ്ങൾ ഉപവാസം എടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. എന്നിട്ട് ചേച്ചി ഇങ്ങനെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മറ്റു അച്ഛന്റെ അടുത്തൊക്കെ കൊണ്ടുവന്നു. പക്ഷെ കൊച്ച് അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. എനിവേ ഇന്ന് രാവിലെ ചേച്ചിയുടെ വലിയൊരു നീണ്ട വോയിസ് മെസ്സേജ് ഉണ്ട്. ചേച്ചിയോട് പറയുകയാണ്, സിസ്റ്ററെ, എന്റെ മനസ്സിൽ നീറിപ്പോകുന്ന വലിയ വേദനയായിരുന്നു. എന്റെ മോൻ അങ്ങനെ പറഞ്ഞല്ലോ, എന്റെ ഈശോയെ തള്ളി പറഞ്ഞല്ലോ, അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു സിസ്റ്ററെ. ഞാൻ ഇന്ന് രാവിലെ അവനെ വിളിച്ച് എന്റെ അടുത്തിരുത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചേടാ, നിനക്ക് വിശ്വാസമില്ലേ? നീ എന്താ അങ്ങനെ വിശ്വാസമില്ലെന്നൊക്കെ പറഞ്ഞത്? നിനക്ക് ഈശോയെ ഇഷ്ടമില്ലേ?
അപ്പൊ അവനെങ്ങനെ കണ്ണൊഴിക്കുവാന്ന്. അമ്മേ, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് ജീസസിനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു സിസ്റ്ററെ. അവൻ അങ്ങനെ പറഞ്ഞതുപോലെ അവൻ ഓർക്കാത്ത വിധത്തിൽ അവന്റെ മനസ്സിന് ഈശോ രൂപപ്പെടുത്തി സിസ്റ്ററെ. അതുകൊണ്ട് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷേ ഒരു വേദനിക്കുന്ന അമ്മയുടെ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കുക. നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ടത് നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിക്കണം. ഈ സെപ്റ്റംബർ മാസത്തിൽ അമ്മയുടെ ജന്മതിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു കൃപ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അമ്മയിൽ നിറഞ്ഞു തന്ന വലിയ എളിമയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു എളിമ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എളിമയാണ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു തലമല്ല, മറിച്ച് ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയുമ്പോൾ എന്റെ ഇല്ലായ്മയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയുന്ന ഒരു എളിമയുണ്ട്. ആ ഒരു എളിമയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വചനം കേട്ടോണ്ടിരുന്നപ്പോ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ മത്തായി സുവിശേഷകനെ ഈശോ വിളിക്കുക, എന്നെ അനുഗമിക്കാൻ വിളിക്കുക. അപ്പൊ മത്തായി പെട്ടെന്ന് എന്നെ ഒന്ന് ചിന്തിക്കുന്ന ഒരു തലമുണ്ട്. അതായത് ഞാനോ ഗുരു എന്ന് ചോദിക്കുന്ന ഒരു തലം. മത്തായി തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ചുങ്കക്കാരൻ മത്തായി ഈശോ വിളിച്ചു എന്നും മത്തായി തന്നെ ചുങ്കക്കാരൻ എന്ന ലേബലിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വയം തിരിച്ചറിയണം, അവൻ ചുങ്കക്കാരനാണ്, സമൂഹത്തിന് അകറ്റപ്പെട്ടവനാണ്, എല്ലാവരും വെറുക്കപ്പെട്ടവനാണ്. അപ്പോൾ യേശുവിനെ പോലൊരു ഗുരുവിന്റെ ശിഷ്യനാകാൻ വിളിക്കാൻ യോഗ്യനില്ലാത്തവനാണ് ഞാൻ. അപ്പൊ സ്വയം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു എളിമയെന്ന് പറയുന്നത് നോട്ട് നിർത്തി എന്ന് ഒരുത്തൻ തിരിച്ചറിയുന്ന ഒരു തലമുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ എന്താണ് പറയാ, അമ്മയുടെ വലിയ ഇല്ലായ്മയെയും ദൈവത്തിന്റെ വലുപ്പത്തെയും തിരിച്ചറിയുന്ന ഒരു എളിമയാണ് പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്നത്. നമ്മളീ പലരും എളിമയെന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞ് തിരിച്ചറിയും, ഓ എനിക്കൊന്നുമില്ല കേട്ടോ, ഞാനൊരു പാവോട്ടോ, ഇതിനൊന്നും എനിക്ക് കഴിവില്ല കേട്ടോ, ആ ഒരു തലമല്ല. മറിച്ച് ദൈവത്തിന്റെ വലുപ്പത്തിന്റെ മുമ്പിൽ തന്റെ നിസ്സാരതയുടെ ആഴം തിരിച്ചറിയുന്ന ഒരു വലിയ ഒരു രഹസ്യമുണ്ട്. ആ ഒരു രഹസ്യമാണ് യഥാർത്ഥ എളിമയെന്ന് പറയും. ആ ഒരു രഹസ്യത്തിന്റെ മുൻപിൽ ഒരുപക്ഷെ നിനക്ക് പറ്റാത്തൊരു കാര്യം ചെയ്യാൻ ദൈവം നിന്നെ നിർബന്ധിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ, അവൻ പിയാനിസ്റ്റാണ്, അവന് വചന ശുശ്രൂഷയിൽ വലിയ ഗാനങ്ങളും ഒക്കെ പാടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഞാൻ അവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുകയാണ്, അവനിങ്ങനെ ഓർഗം വായിക്കുന്നു, അവന്റെ കൈയുടെ മുകളിൽ ഈശോ 2 കൈകൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന വിഷം തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നിന്റെ കൈയുടെ മുകളിൽ ഈശോയാണല്ലോ കൈ വെച്ചിരിക്കുന്നത്. അപ്പൊ അവനോട് പറയാണ്, സിസ്റ്ററെ ഈ ഓർഗം ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കിതിന്റെ ഒരു കോഡ് അറിയത്തില്ല, എനിക്കൊന്നും അറിയില്ല, എന്നെ ഇത് മുഴുവൻ പഠിപ്പിച്ചത് ഈശോയാണ്, ഇന്ന് നീ വായിക്കണമെന്ന് പറഞ്ഞപ്പോ ഇരുന്ന് വായിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. അങ്ങനെ വായിച്ചപ്പോ ഈശോ എന്റെ കൈവിരലുകൾ ചലിപ്പിച്ചത് ഞാൻ കണ്ടു. ആ എളിമയിൽ നിന്നുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയത്വത്തിലേക്ക് പരിശുദ്ധ അമ്മ വളരുമ്പോ പരിശുദ്ധ അമ്മയ്ക്ക് കാൽവരി കുരിശോളം യാത്രയാണ്, കൃപയാണ് സ്വർഗം കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, എളിമയെന്ന് പറയുന്ന ഒരു വാക്ക് ഒറ്റ വാക്കിലല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ വലുപ്പത്തെക്കുറിച്ചും നിന്നിൽ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ ശക്തിയെക്കുറിച്ചും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിന്റെ ഇല്ലായ്മയുടെ ഏറ്റുപറച്ചിലും നിന്റെ ശൂന്യവൽക്കരണവുമാണ് ഈ എളിമയെന്ന് പറയും. അത് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46, 47, 48 എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 46, 47, 48 വചനങ്ങളിൽ പറഞ്ഞ അമ്മയുടെ സ്തോത്രഗീതത്തില് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തന്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു എന്നാണ് പരിശുദ്ധ അമ്മ പറയുക. സ്വയം ദാസിയായി ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഏറ്റുപറയുന്ന ഒരു പരിശുദ്ധ അമ്മേനെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് എളിമയുടെ തലം. അതായത് വലിയൊരു സെർവന്റായി മാറുന്ന, ഒരു വേലക്കാരിയായി, ദൈവത്തിന്റെ ദാസിയായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മ ഒരിക്കലും വലിയൊരു ബഹുമതിക്ക് വേണ്ടിയല്ല സ്വയം സമർപ്പിച്ചത്. പരിശുദ്ധ അമ്മ ഒരു ബഹുമതിക്കും വേണ്ടിയല്ല ഒരു കാര്യങ്ങളും സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഒരാളെ കൊണ്ട് പറയാണ്, സിസ്റ്ററെ അവരുടെയൊക്കെ കാര്യം സിസ്റ്റർ പ്രത്യേകിച്ച് താങ്ക്സ് പറയുമെന്ന് വിളിച്ചു പറഞ്ഞേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഉറക്കം കിട്ടില്ല, വിളിച്ച് ഭയങ്കര ചീത്ത പറയും. പ്രിയപ്പെട്ടവരെ, ബഹുമതിക്ക് വേണ്ടി ഒന്നും അമ്മ ചെയ്യുന്നില്ല, മറിച്ച് പരിശുദ്ധ അമ്മ സ്വയം ഉയർത്താനും അമ്മ ആഗ്രഹിച്ചില്ല, ബഹുമതിക്ക് വേണ്ടി അമ്മ ആഗ്രഹിച്ചില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ ഇത്തരത്തിലൊരു എളിമ ഞങ്ങൾക്ക് നൽകണം, സ്വയം ഉയർത്താനും സ്വയം
ബഹുമതി ആഗ്രഹിച്ചും ജീവിക്കുന്ന ഒരു ജീവിതമല്ല, മറിച്ച് നിന്റെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിസ്സാരത. കൊച്ചുറേസ്യ പറയും, കർത്താവെ, നിന്റെ കാലടി പാടുകൾക്കുള്ളിലുള്ള കൊച്ചു മണ്ണത്തരിയായി മാറുന്ന കൃപയുടെ തലം നീ എനിക്ക് നൽകണമേ, എളിമയുടെ തലം നീ എനിക്ക് നൽകണമേ. ആ ഒരു അവയർനെസ് ഉള്ളപ്പോഴാണ് ആ ഒരു എളിമയുടെ തലത്തിലേക്ക്, അത് എന്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള എന്റെ ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചു, കർത്താവെ, ഈ മുള്ള എന്നിൽ നീ ഒന്ന് എടുത്തു മാറ്റണം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇത് വിട്ടകലാൻ വേണ്ടി ഞാൻ അനേക തവണ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്നാല് എന്റെ കർത്താവ് പറഞ്ഞു, നിനക്ക് എന്റെ കൃപ മതി. എന്റെ ഇല്ലായ്മയും എന്റെ അവസ്ഥകളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്ന ഒരു തലം ദൈവം കാണുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിന്റെ അടുക്കലേക്ക് എത്താനുള്ളതാണ് നമ്മുടെ എളിമയെന്ന് പറയും. കൂടുതൽ ആശ്രയിക്കാൻ, കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു തലം എനിക്ക് നൽകുമ്പോൾ തീർച്ചയായും കർത്താവ് എന്റെ അവിടുത്തെ വലിയ കൃപയാല് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്കിടയാക്കും. എനിക്കതിനിടയാക്കും. കർത്താവ് ദാനിയേലിന് പറയുന്ന ഒരു കാര്യമുണ്ട്, ദാനിയേലേ, നീ നിന്നെ തന്നെ അറിയുന്നത് ദൈവത്തിനും നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ പ്രാർത്ഥനയുടെ അമ്മയായി മാറാനുള്ള രണ്ടാമത്തെ വലിയ കാര്യം, ഒന്ന് അമ്മയുടെ വലിയ വിശ്വാസമാണ്, രണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ എളിമയാണ്. നമുക്കും ഈ ഒരു പ്രാർത്ഥനയുടെ തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ കാലഘട്ടത്തില് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും എല്ലാം ഉണ്ടാകാനാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരെ പലർക്കും ഇന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന അമ്മമാര്, പ്രാർത്ഥിക്കുന്ന അപ്പന്മാര് ഇന്നുണ്ടാകാൻ നമുക്ക്, പ്രാർത്ഥിക്കുന്ന യുവജനങ്ങൾ ഉണ്ടാവണം ഈ കാലഘട്ടത്തില്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം നിറഞ്ഞു വന്ന വലിയൊരു ഗുണമാണ് അമ്മയുടെ വലിയ അനുസരണം എന്ന് പറയും. അമ്മ ദൈവത്തെ അനുസരിക്കുകയാണ്, ദൈവത്തിന്റെ പദ്ധതിയുടെ മുൻപിൽ അനുസരിച്ച് കീഴടങ്ങുകയാണ്. ഇതാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വലിയ പ്ലാൻ എന്ന് തിരിച്ചറിയുന്ന ഒരു പരിശുദ്ധ അമ്മയുണ്ട്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷത്തില് 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വചനം നമ്മളൊന്ന് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അമ്മയുടെ വലിയ അനുസരണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ശിശുവിന്റെ പരിച്ഛേദനത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിക്കുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലുകളെയോ 2 പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്ന് കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ദൈവത്തിന്റെ വലിയ വെളിപ്പെടുത്തല് നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയെ അനുസരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മ, ദേവാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടി എന്ത് ത്യാഗങ്ങളും ഏറ്റെടുക്കുന്ന ഒരു പരിശുദ്ധ അമ്മ, ദൈവം പറഞ്ഞ അതേ പേര് യേശുവിനിടുന്ന ഒരു പരിശുദ്ധ അമ്മ, അതായത് ദൈവത്തിന്റെ പദ്ധതിയോട് ചേർക്കുന്ന, അതായത് യേശുപിതാവും പരിശുദ്ധ അമ്മയും ദൈവിക നിയമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ദേവാലയത്തിലോട്ട് പോയത്. ദൈവിക നിയമങ്ങളോടുള്ള അനുസരണമാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ വിശ്വാസമാണ് ദൈവ നിയമത്തോടും ദൈവത്തിക പദ്ധതികളോടും സഹകരിക്കാനായിട്ട് അമ്മയെ സഹായിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ദൈവ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു വീഴ്ച വരുന്നുണ്ട്. നമ്മൾ ഈശോയോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ എത്രയോ വ്യക്തികളെ കണ്ടുമുട്ടുകയാണ്, വർഷത്തിൽ ഒന്നെങ്കിലും കുമ്പസാരിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പനയുണ്ട്. അതൊന്നും നമ്മൾ അനുസരിക്കുന്നതായിട്ട് പലരുടെയും ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല. കർത്താവിന്റെ നിയമങ്ങളോട് വിധേയത്വം പുലർത്താത്ത ഒരു തലം നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, ദൈവിക നിയമങ്ങളോടുള്ള ഒരു അനുസരണം അതെന്തുമായിക്കൊള്ളട്ടെ, എന്റെ ജീവിതത്തില് കർത്താവിന്റെ നിയമങ്ങളോട് അനുസരണമുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ഒരു തലം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ 4-ാമത്തെ ഒരു വലിയ കാര്യമാണ് അമ്മയിലുള്ള സ്ഥിരത എന്ന് പറയുക. അമ്മയിലുള്ള വലിയൊരു പുണ്യമാണിത്. അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയായി മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അമ്മയുടെ വിശ്വാസമാണ്, 2 അമ്മയുടെ വലിയ എളിമയാണ്, 3 അമ്മയുടെ ദൈവിക നിയമങ്ങളുടെ അനുസരണമാണ്, 4 അമ്മയുടെ സ്ഥിരത എന്ന് പറയുന്ന വലിയ പുണ്യമാണ്. ഈ സ്ഥിരത എന്ന് പറയുന്നത് വലിയ സ്ട്രഗിൾസുകളിൽ, വലിയ പ്രതിസന്ധിയില് അമ്മ ഇങ്ങനെ സ്ഥിരതയോടെ നിൽക്കുന്ന നമ്മൾ കാണുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വചനത്തിനാണ്.
അവന്റെ കുരിശിനരികെ യേശുവിന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസന്റെ ഭാര്യ മറിയവും ഉണ്ടായിരുന്നു എന്ന് വചനം എഴുതി വെച്ചിരിക്കുകയാണ്. വലിയ സ്ട്രഗിള് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരമ്മയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ സഹനത്തിന്റെ പരമോന്നത കോടിയിൽ കുരിശ് തറയ്ക്കപ്പെട്ട പ്രിയപുത്രനെ കുരിശ് വിട്ടു നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പരിശുദ്ധ അമ്മയുടെ സ്ഥിരതയുടെ വലിയൊരു ലക്ഷണമാണ്. ഇത് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് ഈ ഒരു സ്ഥിരത ഞങ്ങൾക്ക് നൽകണം. പ്രാർത്ഥനയിൽ ആഴപ്പെടാനുള്ള വലിയൊരു സ്ഥിരത ഞങ്ങൾക്ക് നൽകണമെന്ന് കർത്താവ്, അതായത് ലോകദൃഷ്ടിയിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്ന പുത്രൻ പരാജയപ്പെട്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നിട്ടും പരിശുദ്ധ അമ്മ തന്റെ പുത്രനെ ഉപേക്ഷിച്ചു പോവുകയാണ്, അവിടെ നിൽക്കുകയാണ്. അമ്മ ധൈര്യത്തോടെ സഹനത്തിന്റെ മുൻ പിടിച്ചു നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മേനെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോയോടൊപ്പം നിൽക്കാനുള്ള വലിയൊരു വിളി ഈ അമ്മയിൽ വിളങ്ങിയിരുന്ന സ്ഥിരത എന്ന പുണ്യം നമുക്ക് ലഭിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ അനേകര് പല പല കാര്യങ്ങൾ, പല ന്യായങ്ങളും പല എക്സ്ക്യൂസുകളും പറഞ്ഞു വെക്കുമ്പോ അമ്മയോട് ചേർന്ന് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാനുള്ള വലിയൊരു വിളി ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈശോയോട് ചോദിച്ചു മേടിക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, ആരാധനയ്ക്ക് പ്രവേശിക്കാൻ സമയമായി. അഞ്ചാമത്തെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വലിയൊരു പുണ്യമാണ് അമ്മയുടെ ദൈവസ്നേഹം എന്ന് പറയും. ദൈവസ്നേഹം എന്ന് പറയുന്നത് അത് വലിയൊരു പുണ്യമാണ്. എന്ന് പറഞ്ഞാല് അമ്മയുടെ ഹൃദയത്തിൽ നിറയെ ദൈവസ്നേഹം നിറഞ്ഞു വന്നപ്പോ ആ ഹൃദയം മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞിരുന്നു. മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അമ്മയുടെ ഹൃദയം ഇന്നും നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രതിസന്ധികളില്, പ്രാർത്ഥനയില് നമ്മുടെ സമീപത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കൂടെ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും. നമ്മൾ ജപമാലകൾ ചൊല്ലുമ്പോൾ സുഗന്ധ അഭിഷേകം അമ്മ നമുക്ക് നൽകും. ചിലപ്പോഴും നമ്മുടെ സങ്കടത്തിൽ അമ്മ നമ്മളെ വന്ന് ചേർത്ത് പിടിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അമ്മ ഇന്നും നമ്മളെ സമീപിക്കുന്നത് ചോദിച്ചാൽ അമ്മയിലുള്ള ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് തിരിയുന്ന ഒരു ഹൃദയമായി അമ്മയുടെ ഹൃദയം മാറുകയാണ്. പ്രിയപുത്രനെ ഉപേക്ഷിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി രക്തക്കണ്ണുനീരോടെ നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധി അമ്മ ഇന്നും കർത്താവിന്റെ വലിയ കൃപയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ച് നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന പരിശുദ്ധി അമ്മ. അങ്ങനെ പരിശുദ്ധി അമ്മ അനേകം തലങ്ങളിൽ നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക. നമുക്കറിയാം അമ്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇന്നും നാളെയും തീരില്ല. അമ്മ അത്ഭുത പ്രവർത്തകയാണ്. അത് മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു അമ്മ. നമുക്ക് ഈ അമ്മയുടെ പുണ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ഹൃദയം മറ്റുള്ളവരിലേക്ക് തിരിയും. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും, അവരെ പറ്റുന്ന പോലെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മ വഴി വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 40 വരെയുള്ള വചനം നമുക്കറിയാം. ഞാനത് വായിക്കുന്നത്. എലിസബത്തിനെ പരിശുദ്ധി അമ്മ കാണാൻ പോകുന്നതാണ്. പരിശുദ്ധി അമ്മ അവിടെ ചെന്ന് അമ്മയെ തന്നെ ഉയർത്തി കാണിക്കുക. നിശബ്ദ നിൽക്കുമ്പോൾ അമ്മയെ പ്രക്ലെയിം ചെയ്യാൻ എലിസബത്തിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അവിടെ ചെന്ന് ദൈവരാജ്യത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുക. ദൈവരാജ്യ വേലയിൽ പങ്കാളിയാകുന്ന ഒരു പരിശുദ്ധ അമ്മേനെയൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നമ്മളോട് പരിശുദ്ധിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ 5 പുണ്യങ്ങള് അമ്മയുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് എളുപ്പമാണ്. ഇതൊക്കെ നമുക്കൊന്ന് പരിശീലിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മളിതൊന്ന് കേട്ട് ബൈഹാർട്ടായിട്ട് ഈ 5 കാര്യങ്ങള് കാണാപ്പാടം പഠിച്ചിട്ട് മാത്രം കാര്യമായില്ല. ഇത് നമ്മുടെ ജീവിതത്തിലോട്ട് വരണം. ഇവിടെ ഇത് ആഗ്രഹിക്കുമ്പോൾ ദൈവം പല വിധത്തിലാണ് നമ്മൾ രൂപപ്പെടുത്തുക. ദൈവം നമ്മളെ ഫോം ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ പല തലങ്ങളെ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെ ഫോർമേഷൻ നടത്തുകയാണ്, നമ്മളെ രൂപപ്പെടുത്തുകയാണ്. എളിമയുടെ തലങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ചിലപ്പോൾ സ്ട്രഗിളുകളായിരിക്കും, ചിലപ്പോൾ പ്രതിസന്ധികൾ കൂടിക്കൂടിയായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെയെല്ലാം ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മളോട് സംസാരിക്കും. ചിലപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രതിസന്ധികൾ എപ്പോഴും ജീവിതത്തിൽ വരും. പക്ഷേ ഈ പ്രതിസന്ധികൾക്കിടയിൽ ഈശോ സംസാരിക്കുന്ന സ്വരം കേൾക്കണം. ഈശോ സംസാരിക്കുന്ന സ്വരം കേട്ടാ നമുക്ക് പിന്നെ മടുപ്പില്ല. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു സ്വരം കേൾക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെ ആശ്വസിപ്പിക്കും. അല്ലെ, ഈശോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് നൽകും. വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീണു പോകും. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അമ്മേ മാതാവേ, അമ്മ പുത്രന്റെ പരിശുദ്ധ അമ്മയായി മാറിയ ഒപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും അമ്മയാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാം. ഞങ്ങൾക്കത് അറിയാം. അമ്മേ, പരിശുദ്ധ അമ്മേ, പ്രത്യേകമായി ഇന്നേ ദിവസം ഈ ആരാധനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ മക്കളുടെയൊക്കെ ജീവിതത്തില് വലിയ എളിമയുടെ, വലിയ വിശ്വാസത്തിന്റെ, വലിയ ദൈവിക നിയമങ്ങളുടെ അനുസരണത്തിന്റെ
വലിയ വിധേയത്വത്തിന്റെ, വലിയ സ്ഥിരതയുടെ പുണ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കർത്താവിനെ നമ്മുടെ മധ്യത്തിലൂടെ നമ്മൾ ക്ഷണിക്കുന്ന സമയമാണ്. വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഈശോയെ നമ്മുടെ മധ്യത്തിലോട് ക്ഷണിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ഞങ്ങളുടെ ജീവിതത്തോട് അമ്മ ചേർന്നിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളിപ്പോൾ ആരാധിക്കാനായിട്ട് ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മയെ അടുത്ത് വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവിക രഹസ്യങ്ങളുടെ ഇടപെടലുകള് ഈശോയെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുക. അൾത്താരിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ മുട്ടുകുത്തുകയാണ്. ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളിലേക്കും, അവരുടെ സങ്കടങ്ങളിലേക്ക്, അവരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക്, അടയപ്പെട്ട വാതിലുകളിലേക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം വഴി അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ തക്ക വിധത്തിൽ കർത്താവെ, മനസ്സു തുറന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. കർത്താവെ, മഹത്വം, 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 മഹത്വം. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ആയിരിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈശോയെ ആരാധിക്കുക. അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പരിശുദ്ധ അമ്മ ഈ മണിക്കൂറിൽ കടന്നു വരട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. സ്നേഹത്തോട് ഈശോയെ ഒന്ന് പാടി ആരാധിക്കാം. ആരാധിക്കട്ടെ. ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളും, എല്ലാ ഭാരങ്ങളും, എല്ലാ ഉത്കണ്ഠകളും എല്ലാം നമുക്ക് സമർപ്പിക്കാം. അമ്മേ മാതാവേ, എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. എല്ലാ വ്യക്തികളും ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, രോഗപീഠയിലായിരിക്കുന്നവര്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, ഈശോയെ ഏറ്റെടുക്കണേ. ഈശോയെ, എല്ലാ വ്യക്തികളുടെയും മേല്, എല്ലാ കുടുംബങ്ങളുടെയും മേല് ഈശോയുടെ ദയയുണ്ടാകാൻ. യേശുവേ, എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ. ആരാധിക്കുന്ന കർത്താവേ, കുടുംബത്തിന്റെ ഭാരം അനുഭവിക്കുന്ന മക്കള്, കർത്താവേ,
എന്റെ ഈശോയെ എല്ലാ കുടുംബങ്ങളെയും എന്റെ യേശുവെ എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണം ഈശോയെ. നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ ഇവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ. കണ്ണുനീരിലെല്ലാം നമ്മുടെ വേദനകൾ ഒപ്പിയെടുക്കുന്ന ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഈശോ പറഞ്ഞില്ലേ, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുന്ന ദൈവമായ കർത്താവ് ഞാനാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നുവെന്ന്. കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളുടെയും ഹൃദയഭാരങ്ങളെയെല്ലാം ഈ സമയം നിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം കുടുംബങ്ങളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കാം. തിരുക്കുടുംബത്തിന്റെ നാഥയായ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വചനം പ്രകാരം പറഞ്ഞു വെക്കുന്നു, എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം എന്നെ കടാക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ ഓർക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ വേദനകളെ ഏറ്റെടുക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കുടുംബ സമാധാനമില്ലാത്ത മക്കളെല്ലാം ഈ സമയം പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ പ്രാർത്ഥിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന്. ദൈവത്തിന് സാധ്യമാണ്. 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വചനം പ്രകാരം പറയുന്നുണ്ട്, അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഈശോയെ, എല്ലാ കുടുംബങ്ങളെയും നിനക്ക് തരികയാണ്. ഈശോയെ, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവര്, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന മക്കള്, ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ഓരോ മക്കളുടെയും കുടുംബത്തില് കടന്നു പോകുന്ന വിശ്വാസത്തിന്റെ കുറവ്, സമാധാനക്കേടുകള്, മദ്യപാനത്തിന്റെ ആസക്തികള്, കർത്താവെ, സാമ്പത്തിക തകർച്ചകളെയൊക്കെ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, നിനക്ക് പറ്റും ഈശോയെ. നീ ഇവരുടെ ഹൃദയങ്ങളെ കണ്ടിവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇവരുടെ കണ്ണുനീരുകളെ കണ്ടിവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിലോട്ട് വെക്ക്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്. സങ്കീർത്തനം 60-ാം അധ്യായം 5-ാം വചനം, കർത്താവെ, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത് കൈയാൽ എന്നെ വീണ്ടെടുക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ്. നമുക്കൊരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും പ്രത്യേകമായിട്ട് എല്ലാ കുടുംബങ്ങളും സമർപ്പിക്കട്ടെ. പിശാചിന് നോട്ടമിട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിലോട്ട് വെക്കാം. ഈശോയെ, ജീവിക്കുന്ന കർത്താവെ, അവിടെ ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണം. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കണം. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണുനീരുകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ട് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, മഹത്വം. ഈശോയെ, എത്രയോ കുടുംബങ്ങളാണ് ഈശോയെ തകർച്ചയിലായിരിക്കുന്നത്. ഈശോയെ, ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ ഈശോയെ. ഞങ്ങളുടെ കണ്ണുനീര് കാണണേ ഈശോയെ. ഈ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും കുടുംബങ്ങൾ രോഗപീഠയിലൂടെ കടന്നു പോകുന്നവര്, വലിയ സമാധാനക്കേട്, കലഹത്തിന്റെ അരൂപി, മദ്യപാനത്തിന്റെ ആസക്തികള്, യേശുവിന്റെ നാമത്തിൽ ബന്ധങ്ങളുടെ വിള്ളലുകൾ, ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുന്നവര്, ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന മക്കള്, ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കരുണയുണ്ടാകാൻ ആഗ്രഹിച്ച്, വലിയ ദയ കാണിക്കാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഈശോ, ഈശോ, ഈശോ. ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോ, 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 ഈശോ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോ, നമ്മുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കാൻ കർത്താവ് പത്രോസിന്റെ ഭവനത്തിലോട്ട് കടന്നു വന്നതുപോലെ നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉള്ളു തുറന്ന് ഈശോയെ വിളിക്ക്. ഈശോയെ, എന്റെ കുടുംബത്തിലേക്ക് വരണ ഈശോയെ. എന്റെ ഭവനത്തിലേക്ക് നീ കടന്നു വരണ ഈശോയെ. എന്റെ മാതാപിതാക്കളെ ഏറ്റെടുക്കണ ഈശോയെ. എന്റെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണ ഈശോയെ. നിങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ഈശോ തൊടട്ടെ. ഈശോയുടെ കരുണ നിറയട്ടെ. നമ്മുടെ അസാധ്യതയിൽ ഈശോയുടെ വലിയ ബലം
ഹൃദയം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ച്, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വിസ കൊടുത്ത് അത് അനുഗ്രഹിച്ച് കർത്താവ് കുടുംബത്തെ ഉയർത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. ഹല്ലേലൂയ. മദ്യപാന ആസക്തിയുള്ള 5 വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വം, മഹത്വം. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവിന്റെ വചനം പറയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 21 വചനം പറയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് നരളിച്ചെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈശോയുടെ അൾത്താരയുടെ മുൻപിലോട്ട് വെക്ക്. എല്ലാ മാതാപിതാക്കളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ പറ, ആ മക്കൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വിശുദ്ധി നിറയ്ക്കണേ അമ്മേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണേ അമ്മേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ദൈവ സ്നേഹം നിറയ്ക്കണേ. ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കട്ടെ. നെഞ്ചുരുകി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ഈശോ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണം. ഈശോയെ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. +2 10ാം ക്ലാസ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് പഠിത്തം ആരംഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം സമർപ്പിക്കാം. കർത്താവെ, നീറ്റ് എക്സാം എഴുതി MBBS ജോയിൻ ചെയ്യുന്ന മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അനേക വ്യക്തികളെ ഞങ്ങൾ സമർപ്പിക്കും. പ്രത്യേകിച്ച് ഈശോയെ, ഒത്തിരി കുഞ്ഞുങ്ങൾ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും കൂട്ടായ്മയിൽ പങ്കുചേർന്ന ഏതെങ്കിലും വ്യക്തികളുടെ കുടുംബങ്ങളിലെ മക്കള് മദ്യപാനത്തിലോ ഡ്രഗ്സിലോ അടിമപ്പെട്ട് തെറ്റായ സ്നേഹബന്ധത്തിലുണ്ട്. ഈശോയുടെ നാമത്തിൽ ഈ സമയം കർത്താവെ, അവിടുത്തെ വലിയ കരുണ ചോദിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദയ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നന്ദി പറയുന്നു. കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കണ്ടുമുട്ടണേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണേ ഈശോയെ. ഞങ്ങളുടെ മക്കളുടെ ജീവിത വഴികളിൽ വന്ന് കൂട്ടുനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണേ അപ്പാ. രോഗപീഠകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തടസ്സങ്ങളുടെ മേൽ ദൈവം വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. ഈശോയെ കെട്ടിപ്പിടിച്ച് ചേർന്ന് പാടി ആരാധിച്ചേ. നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരും. നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ച വലിയ അടയാളങ്ങൾ ഈശോ ചെയ്യും. വിശ്വസിച്ച് ഈ ആൾക്കാരുടെ മുൻപിൽ ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചേ. കണ്ണുനീരൊഴുകട്ടെ. ചങ്കിന്റെ വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഈശോ, എന്റെ ഈശോയെ കാണണേ അപ്പ. ഈശോയെ, കൂടെ വസിക്കണേ അപ്പാ. ചേർത്ത് പിടിക്കുക ഈശോയെ. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ ചേർത്ത് പിടിക്കുക. കണ്ണുനീരുകളെല്ലാം ചേർത്ത് പിടിക്കുക. എല്ലാ പ്രാർത്ഥന ഈശോ കേൾക്കും. ഈശോയെ, പറ്റുന്നില്ലപ്പാ. കുടുംബത്തിന്റെ കണ്ണുനീരിലേക്ക് ഈശോയെ നീ കടന്നു വരണേ അപ്പാ. ഈ മക്കളെ നീ കാണണേ അപ്പാ. ഈ മക്കളെ നീ കാണണേ ഈശോയെ. ഈ വേദനയെ നീ കാണണേ ഈശോയെ. ഈശോയുടെ പക്കൽ നമ്മുടെ വേദനകളെല്ലാം നമുക്കൊരിക്കൽ കൂടി സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് ഹൃദയം ഈശോയോട് ചേർത്ത് വയ്ക്കും. ഈശോയെ, നീ ഇന്നും ജീവിക്കുന്നുണ്ടല്ലോ ഈശോയെ. നീ ഇന്നും എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈശോയെ. നിന്റെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
എന്റെ കുടുംബത്തിലേക്ക് നീ ഒന്ന് നോക്കണേ. എന്റെ ജീവിത അവസ്ഥയിലേക്ക് നീ ഒന്ന് നോക്കണേ ഈശോയെ. കാണാതെ പോകരുതേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളും സമർപ്പിക്ക്. ഈശോ വരട്ടെ. ഈശോ വന്ന് നമ്മുടെ കുടുംബത്തെ ഏറ്റെടുക്കട്ടെ. നമ്മുടെ രോഗപീഠകളെ ഈശോ ഏറ്റെടുക്കട്ടെ. രോഗികളായ മക്കള് പ്രാർത്ഥിക്കട്ടെ. ഈ രാവിന്റെ നിശബ്ദതയിൽ ഈശോ നിന്നെ സന്ദർശിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കൂ. ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കൂ. സങ്കീർത്തനം 112 അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. കർത്താവ് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. എന്റെ ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ. ഈ വചനത്തിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഈശോ തന്റെ മുറിവേറ്റ കരം വെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരുന്ന സമയമാണ്. ത്രോട്ട് ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് ഏറ്റെടുക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മരണത്തിൽ കലാശിക്കാതെ കർത്താവ് ജീവന്റെ സമൃദ്ധി നൽകുമെന്ന് ഈശോ പറയുകയാണ്. കർത്താവെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോ 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 ലോൺ അടയ്ക്കാൻ വഴിയില്ലാതെ ആകെയുള്ള കയ്യിലിരിക്കുന്ന ഇച്ചിരി പൈസ എടുത്ത് വെച്ച് സങ്കടപ്പെടുന്ന ഒരു അമ്മയെ ഈശോ ഈ സമയത്ത് കാണുകയാണ്. ഈശോ ആ വ്യക്തിയുടെ അടുക്കൽ വന്ന് നിന്ന് വഴി തുറക്കാൻ കർത്താവ് സഹായിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈശോയെ നന്ദി പറയും. കർത്താവെ നന്ദി പറയുന്നു. ഈശോ 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 ശോഭ എന്ന് പറയുന്ന ഒരു മകളെ ഈശോ ഈ സമയത്ത് ഏറ്റെടുക്കുന്നത് കാണാൻ പറ്റുകയാണ്. അടുത്ത് വന്ന് നിൽക്കുന്നു. കർത്താവെ, സിജു എന്ന് പറയുന്ന ഒരു മകനെ, കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബത്തെ ഈശോ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ആത്മീയ മേഖല ഒരുപാട് വരണ്ടു പോയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ ആത്മീയ വളർച്ച നൽകി അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റുകയാണ്. ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ, കുടുംബങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്ന ഈശോയെ, കർത്താവെ നീ കരുണയോടെ കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ കൊടുക്കും മക്കളെ. ഈശോയുടെ സന്നിധിയില് കുരിശും ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കുമായിരിക്കാം. ഈശോയെ, ഞങ്ങളിതാ ഇരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ വേദനകൾ ഇന്നും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് ഈശോയോട് പറ. ഈശോയെ, എന്റെ ശക്തിയൊക്കെ ചോർന്നു പോയി. ഈശോയെ, ഞാൻ വീണു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈശോയെ, കൈ പിടിക്കണേ എന്ന് ഈശോയോട് പറ. മനസ്സുയരട്ടെ മക്കളെ, ഹൃദയം ഉയരട്ടെ. ഈശോ കാണും. ഈ ലോകത്തെല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചു പോയാലും, എല്ലാവരും കുറ്റപ്പെടുത്തിയാലും, എല്ലാവരും മാറ്റി നിർത്തിയാലും നമ്മുടെ ജീവിക്കുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഐ ലവ് യു ജീസസ്. എന്റെ ഈശോയെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഈശോയോട് പറ. മടുപ്പില്ലാതെ പറ. മുഴുവൻ സ്നേഹത്തോടെ ഈശോയോട് പറ. ഈശോയെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു കർത്താവെ. കർത്താവെ, തകർച്ചയുടെ വക്കിലായിരിക്കുന്ന മക്കളെ ഒരിക്കൽ കൂടി നിനക്ക് സമർപ്പിക്കുക. കരുണ കാണിക്കണേ കർത്താവെ. കർത്താവെ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട്. കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാന്, ചേർത്ത് നിർത്തണേ അപ്പ, ചേർത്ത് നിർത്തണേ അപ്പ. ഇവരെയൊക്കെ നീ കണ്ട് കണ്ണുനീരൊപ്പ്. ഈശോയെ കെട്ടിപ്പിടിച്ച സ്നേഹത്തോടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന ഈശോ, എല്ലാ വേദനകളും ഏറ്റെടുക്കുന്ന ഈശോ, എന്റെ ഈശോയെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഈശോയെ, എനിക്ക് വേറെ ആരുമില്ലപ്പാ. സമർപ്പിക്കുകയാണ് കർത്താവേ, ഉള്ളതെല്ലാം സമർപ്പിക്കുകയാണ്. മനസ്സ് തകർന്നു പോകുന്ന എന്റെ ജീവിതത്തെ നിനക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. ശേഷി കുറഞ്ഞു പോകുന്ന എന്റെ അവസ്ഥയെ നിനക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ അനുഗ്രഹിക്കണേ ഈശോയെ. എല്ലാ വേദനകളും മുഖം വാടുമ്പോ ആരുമില്ല ഈശോയെ, നീ മാത്രമേ ഉള്ളൂ. എന്റെ ഈശോയെ, എന്നെ കാണണേയപ്പാ. നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദിയപ്പാ.
കേൾക്കണേ അപ്പാ, ഈ രാത്രി നീയാണപ്പാ എനിക്കെല്ലാം. കണ്ണീരൊപ്പുന്ന എന്റെ അപ്പൻ, ചേർത്ത് നിർത്തുന്ന എന്റെ അപ്പൻ, ഈശോയുടെ മുമ്പിൽ കരയട്ടെ. ഈശോയുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ നമ്മുടെ ജീവിതം. ഈശോയെ, എന്റെ ഈശോയെ, എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കും മുമ്പ് തന്നെ നിന്റെ പിതാവ് അറിയുന്നുവെന്ന്. ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തന്നെ ഈശോയുടെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് നിയോഗമാണ് ഈശോയോട് ചോദിക്കുന്നത് സമർപ്പിച്ച്, ഈശോയെ ഇന്ന ദിവസം എനിക്ക് സാധിച്ചു തരണേ എന്നൊന്നുള്ളുരുക്കി പ്രാർത്ഥിച്ച്. ഒരു വീടാണെങ്കിൽ ആ വീടിന് വേണ്ടി, ഒരു ജോലിയാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി, ഒരു രോഗസൗഖ്യമാണെങ്കിൽ അതിനു വേണ്ടി, ഒരു പഠന വിജയമാണെങ്കിൽ അതിനു വേണ്ടി, ഒരു മാനസാന്തരമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 18-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: എന്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെയെന്ന് കർത്താവിന്റെ വചനം. ഈശോയെ, ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നിനക്ക് ഏൽപ്പിച്ചു തരികയാണ്. എന്റെ ഈശോയെ, ഈ മക്കളിതാ നിയോഗങ്ങളും പ്രാർത്ഥനകളുമായി നിന്റെ മുമ്പിൽ വരുന്നു. പ്രിയപ്പെട്ട മക്കളെ, സമർപ്പിക്കട്ടെ. വലിയ എളിമയോടെ നിയോഗങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. തള്ളിക്കളയാത്ത നമ്മുടെ തമ്പുരാൻ, നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. മത്തായി 11:29 വചനം പറയും: ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനാണ്, വിനീതഹൃദയനാണ്. എന്റെ മുഖം വഹിക്കുവിൻ, എന്നൊന്ന് പഠിക്കുവിൻ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈശോയെ, ഈ മക്കൾക്ക് ഞങ്ങൾക്ക് പോകാനൊരിടമില്ല. ഈശോയെ, നിന്റെ സന്നിധി അല്ലാതെ എങ്ങുമില്ല. സമർപ്പിക്കുകയാണ് ഈശോയെ. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ജീവിതത്തില് എങ്ങുമില്ലാതെ തിക്കുമുട്ട് നിൽക്കുന്ന മക്കള്, വഴി കാണാതെ അലയുന്നവരെ എല്ലാം സമർപ്പിക്കുകയാണ്. അപ്പാ, അമ്മ വഴി ഞങ്ങൾ ചോദിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. അമ്മയുടെ പരിശുദ്ധ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങൾ. അമ്മേ, ഇത് ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലോട്ടൊന്ന് വെക്കണേ. ആൾക്കാരിൽ എന്നുള്ളിരിക്കുന്ന ഈശോയുടെ ഹൃദയത്തിനുള്ളിലേക്ക് എന്റെ നിയോഗത്തെ വെക്കണേ. ഇതെന്റെ ആഗ്രഹമാണ്. എനിക്കൊരു അടയാളം തരണേന്ന് ഈശോയോട് പ്രാർത്ഥിച്ച എല്ലാ മക്കളും, എനിക്കൊരു അടയാളം താ. ഞാൻ ഇന്ന് നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നീ ജീവിക്കുന്നവരാണെന്ന് വിശ്വാസത്തോടെ ഈശോയെ ഞാൻ ഇവിടെ ഇരിക്കുക. എന്റെ നിയോഗത്തിന്റെ മേല് ഒരു അടയാളം എനിക്ക് തരണേന്ന് ഒന്നുള്ളുരുക്കി പ്രാർത്ഥിച്ച് വിശ്വസിക്കും മക്കളെ. കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കും. നമ്മളെ കാണാതിരിക്കില്ല നമ്മുടെ ഈശോ. നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കില്ല നമ്മുടെ തമ്പുരാൻ. നമ്മുടെ ശങ്കയോട് ചേർന്നിരിക്കുന്ന കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കും. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ഇത് തരണേ. ഈശോയെ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. മനസ്സ് തുറന്ന്, ചങ്കു തുറന്ന് ഈശോയെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദിയപ്പാ. എന്റെ ഈശോയെ ആരാധന. ഈശോയെ, എന്റെ നാഥനെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഈശോയെ, എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുകയാണ്. എന്റെ സങ്കടം, എന്റെ ഭാരം, ഈശോയെ, എന്റെ കുറവുകള്, എന്റെ ഇല്ലായ്മകൾ, എന്റെ നിസ്സാരതകൾ, നിന്റെ വലിപ്പം ഒത്തിരി വലുതാണെന്ന് എനിക്കറിയാം. ഈശോയെ, എന്റെ ഇല്ലായ്മകളെല്ലാം സമർപ്പിച്ച് ഞാൻ ആരാധിക്കും. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ മഹത്വം, 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 മഹത്വം. എന്റെ ഈശോയെ ആരാധന. ഈശോയെ, അങ്ങനോട് പറഞ്ഞില്ലേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഈശോ നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് ഈശോ നമ്മോട് പറയുകയാണ്. ഈശോ കൂടെയുണ്ട്. ഈശോ കൂടെയുണ്ട് മക്കളെ. ദൈവത്തിന്റെ വലിയ സാധ്യതയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തെ കാണണേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ കാണണേ കർത്താവേ. അങ്ങയുടെ വലിയ ഈശോ ഈ സമയത്ത്
വലിയ പരിശുദ്ധ അമ്മയുടെ മേലങ്കി കൊണ്ട് നമ്മളെ മൂടുന്ന ഒരു വിഷം നൽകുകയാണ്. അമ്മയുടെ വലിയ മേലങ്കി, വലിയ സാന്നിധ്യം, വലിയ സ്നേഹം നൽകും. താങ്ക് യു ജീസസ്. ഈശോയെ നന്ദി. ഈശോയെ ആരാധനയപ്പാ. അപ്പാ സ്തുതിയപ്പാ, സ്തുതിയപ്പാ. നന്ദി ഈശോ, ഈശോ, ഈശോ. അപ്പാ ആരാധനയപ്പാ, സ്നേഹിക്കുന്നപ്പാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങൾ ഒരു ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്ന ഈശോ, സമർപ്പിച്ച് ആരാധിക്കുന്ന ഈശോയെ, പൂർണ്ണമായിട്ട് ഈ മക്കളെ തരികയാണ്, ഇവരുടെ കണ്ണുനീരുകളെ തരികയാണ്. ഈശോയെ കാണണേ അപ്പാ. നാഥാ ഈശോയെ ആരാധന. ഈശോയെ, ഈശോയെ ആരാധന. കർത്താവെ ആരാധന. നാഥ ഈശോയെ ആരാധന. സമർപ്പിക്കുന്നു ഈശോയെ, എല്ലാ മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോയെ അപ്പാ, ഞങ്ങളെ വിശ്വസിക്കുന്നപ്പാ. നാഥാ ഈശോയ്ക്കെല്ലാം നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ദിവികാരനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന സമയം. ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ഈശോ ഏറ്റെടുക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.